നമസ്കാരം. ഞാൻ ഈ എത്തിയിരിക്കുന്ന സ്ഥലം പത്തനംതിട്ട ജില്ലയിലെ അടൂരിനടുത്തുള്ള കൂരമ്പാലയിലെ പെരുമ്പുളിക്കൽ പൗവത്ത് മലനട ക്ഷേത്രത്തിൽ പഞ്ചപാണ്ഡവന്മാർ തങ്ങളുടെ ആരാധന നടത്തിയെന്ന് വിശ്വസിക്കുന്ന പൗവത്ത് മല. ഞാനിവിടെ എങ്ങനെയാണ് എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് പറയാം. കായംകുളത്ത് നിന്ന് മാവേലിക്കര പന്തളം റൂട്ടിൽ ഏകദേശം 40 കിലോമീറ്റർ സൈക്കിൾ ചവിട്ടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഗൈസ്, പൗവത്ത് മലനട ക്ഷേത്രത്തിലെ അതിമനോഹരമായ കാഴ്ചകളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മലനടയിലോട്ട് പോകുന്ന വഴി ഏതാ? അത് ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയിട്ട് ഇടത് തിരിഞ്ഞ് വലത്തോട്ട് പോകും. ഇവിടുന്നാണോ അങ്ങോട്ട്? അടുത്ത വഴി അടുത്ത വഴി അല്ലേ? ഇടത് തിരിഞ്ഞ് വലത്തോട്ട്. പൗവത്ത് മലനട വരിക്കോലിൽ ദേവസ്വത്തിന്റെ കീഴിലുള്ള വരിക്കോലിൽ കുടുംബമാണ് അത്. കുടുംബക്ഷേത്രം തുരുത്തി മലനടയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതിന്റെ പൗത്ത മല എന്നുള്ള ഇത് പേര് വന്നിട്ടാ പൗവത്ത് മലയായത്. അപ്പം പിന്നെ ഇവിടെ ദുര്യോധനന്റെ സങ്കല്പം, പിന്നെ ശിവൻ, കല്ലേലി അപ്പൂപ്പൻ, അങ്ങനെ കല്ലേലി ഊരാളി അപ്പൂപ്പൻ്റെ അതും ഒക്കെ ഉണ്ട്. ഹലോ, നമസ്കാരം. ഞാനിപ്പോൾ വരുന്ന വഴിക്ക് നമ്മുടെ ഒരു സഹോദരനെ കണ്ട് അദ്ദേഹം എന്നോട് നമ്മുടെ മലയെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് വഴി കാണിച്ചു കൊടുക്കണം. ബാക്കി കാര്യങ്ങൾ അദ്ദേഹം തന്നെ ചെയ്തോളും. ആ കാണുന്നതാണ് മെയിൻ ഗേറ്റ്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഒരു പൂജാരി ഉണ്ടാവും. ഓക്കെ, കാര്യങ്ങൾ ചോദിച്ചാൽ മതി, കുഴപ്പമൊന്നുമില്ല. സന്തോഷം, ഇവിടെ വന്നതിനും സന്തോഷം. ഓക്കെ, ഞാൻ നാട്ടിൽ വന്നത് എൻ്റെ എല്ലാ ആശംസകളും. നല്ല ക്ലൈംബുണ്ട്, ശരിക്കും അണപ്പ് വരുന്നുണ്ട്. എന്തൊരു കയറ്റമായിരുന്നു, ഒരു പരുവത്തിലെത്തിച്ചേർന്നു. ഇതാണ് പൗവത്ത് മലനട ക്ഷേത്രത്തിന്റെ കവാടം. ഈ മെയിൻ കവാടത്തിന്റെ ഉള്ളിലേക്ക് 150 മീറ്റർ മാറിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏതോ ഒരു ഭക്തൻ തന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റിയതിന് ഭഗവാന് സമർപ്പിച്ച നിർമ്മിതിയാണ് നമ്മൾ ഈ കാണുന്ന ഈ മെയിൻ ഗേറ്റും കമനീയമായി അലങ്കരിച്ച ഈ ഗോപുരവും മനോഹരമായി ഡിസൈൻ ചെയ്ത് ഈ കാണുന്ന പാതയും പിന്നെ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ പ്രത്യേക ഒരിടവും ഇരു സൈഡിലുള്ള ചുറ്റുമതിലും നിർമ്മിച്ച് നൽകിയത്. തികച്ചും വിജനമായ സ്ഥലം. കിളികൾ ചിലയ്ക്കുന്ന സൗണ്ട് മാത്രം കേൾക്കാം. പ്രകൃതിയുടെ സൗന്ദര്യം കൂടുതൽ ആസ്വദിക്കാൻ പറ്റിയൊരിടം പൗവത്ത് മലനട ക്ഷേത്രം. ഇളം വെയിലിൽ വെട്ടിത്തിളങ്ങുന്ന ഈ കാടും ഈ മരത്തിൻ്റെയൊക്കെ ഒരു തണലും, കുറച്ച് മുകളിലോട്ട് കയറുമ്പോൾ നല്ല വീതിയുള്ള സ്റ്റെപ്പിൻ്റെ ഇരുവശങ്ങളിലും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈറ്റക്കാടുകളും വേറെങ്ങും കിട്ടാത്ത ഒരു ആംബിയൻസ് ഇവിടെ ഉണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള സ്ഥലമാണിത്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിന് നല്ലൊരു ടച്ചിങ് കിട്ടുന്നുണ്ട്. നല്ല വൈബാണ് ഇവിടെ. പ്രകൃതി തന്നെയാണ് ഈശ്വരൻ എന്ന് തെളിയിക്കുന്ന കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പുരാണങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്തുകൊണ്ടാണ് സന്യാസിമാർ തപസ്സിനായി കാട് തിരഞ്ഞെടുത്തിരുന്നത്. ധ്യാനത്തിനുപരി ആവാസ വ്യവസ്ഥയിൽ കാടിനുള്ളിലെ ഓരോ മൂമെന്റ്സും പഠിക്കുന്നതിലൂടെ ഈശ്വരനെ അടുത്തറിയുക എന്നതാണ്. അതിനല്ലേ നമ്മൾ ഈ പഠിക്കുന്നതിലൂടെ പ്രകൃതിയെ സ്നേഹിക്കുക, സകല ജീവജാലങ്ങളെ സ്നേഹിക്കുക, ഈ ഒരു എക്കോസിസ്റ്റം ഫോളോ ചെയ്യേണ്ടത്. ഈ കാണുന്നത് മുഴുവൻ ഈറ്റക്കാടുകളാണ്. ഇവിടെ ചിലപ്പം കാട്ടുപന്നികളൊക്കെ കാണാൻ സാധിക്കും. ഈ കാടിന് നടുവിലൂടെ നമ്മൾ നേരെ ചെന്നെത്തുന്നത് പൗവത്ത് മലനട ക്ഷേത്രത്തിൻ്റെ മുൻപിലാണ്. ഈ ക്ഷേത്രത്തിന് മുൻപിൽ നമ്മെ കാത്തു നിൽക്കുന്നത് ചെറിയൊരു നന്ദികേശ വിഗ്രഹമാണ്. ഇതിനെ തൊട്ട് വന്ദിച്ചതിന് ശേഷം വേണം ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കാൻ. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മേൽക്കൂരകളൊന്നും ഇല്ലാത്ത ക്ഷേത്രമാണ്. 4 വശവും വനങ്ങളാൽ ചുറ്റപ്പെട്ട ഈ ക്ഷേത്രം അതിമനോഹരമാണ്. ഈ കാണുന്നതാണ് ശിവന്റെ പ്രതിഷ്ഠ. കിഴക്കോട്ട് ദർശനമായി ദേവിയുടെ പ്രതിഷ്ഠയുണ്ട് ഇവിടെ. ഈ അമ്പലത്തിന്റെ പൂജാരിയായ ഭാസ്കരൻ ചേട്ടൻ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരം. ഭാസ്കരൻ ചേട്ടനല്ലേ? അമ്പലം എത്ര വർഷത്തെ പഴക്കമുണ്ട്? അമ്പലം എന്ന് പറയുന്നത് അവിടെ താഴെയാണ് അമ്പലം. ഏതാണ്ടൊരു 4-5 തലമുറകളുടെ പഴക്കമുണ്ട്. മഹാദേവന്റെ താഴെ വരുന്നത് ദേവിയുടെ അങ്ങേ വശത്ത് 2 കുരിയാല കാണുന്നത് സർപ്പ സങ്കല്പങ്ങളാണ്. നാഗരാജാവ് നാഗേശ്വരമ്മ. ഈ കാണുന്നത് മലയൂരാളി അപ്പൂപ്പൻ. ഏത് ദേവാലയത്തിൻ്റെ മുൻപന്തിയിൽ കല്ലേലിയാണ്. ദേവിയായാലും ദേവനായാലും മറ്റേതെങ്കിലും ആയാലും അവിടെല്ലാം മുൻപന്തിയിൽ കല്ലേലിയാണ്
ഇവിടെ ഉള്ളതെന്ന് പറയുന്നത് ധനുമാസത്തിലെ 3-ാമത്തെ ശനിയാഴ്ച പുത്തരീതി വേണ്ടി അന്ന് തന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ പൂജയിൽ പങ്കെടുക്കും. അത് ആണ്ടിലൊരിക്കൽ മാത്രമേ ഉള്ളൂ. ഇതിന് അനുബന്ധമായിട്ട് എല്ലാ മലയാള മാസത്തിൻ്റെയും 3-ാമത്തെ ശനിയാഴ്ച ഇവിടെ പൂജ ചെയ്യുന്നു. ഈ മലനടയിൽ ഏതാഗ്രഹവും സാധ്യമാണെന്നാണ് ഇവിടുത്തെ ഭക്തജനങ്ങളുടെ വിശ്വാസം. കേരളത്തിലെ നിലവിലുള്ള അപൂർവം മലനട ക്ഷേത്രങ്ങളൊന്നാണ് പൗവത്ത് മലനട ക്ഷേത്രം. ധനുമാസത്തെ 3-ാമത്തെ ശനിയാഴ്ചയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടായ പുത്തരി നിവേദ്യം നടക്കുന്നത്. പെരുമ്പുളിക്കൽ ശ്രീ ദേവരു ക്ഷേത്രത്തിലെ ശാഖയാണ് പൗവത്ത് മലനട ക്ഷേത്രം. ശ്രീ ദേവരു ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ മഹാവിഷ്ണുവാണ്. ഈ കുന്നിന് താഴെയായിട്ടാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പെരുമ്പുളിക്കൽ ശ്രീ ദേവരു ക്ഷേത്രത്തിലേക്ക് നമുക്ക് പോകാം. ഇവിടുന്ന് 1 കിലോമീറ്റർ മാറിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പന്തളത്ത് നിന്ന് ഏകദേശം 4 കിലോമീറ്റർ മാറി പന്തളം അടൂർ MC റോഡിന് കിഴക്ക് ഭാഗത്തായിട്ട് 2 കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് പെരുമ്പുളിക്കൽ പൗവത്ത് മലനട സ്ഥിതി ചെയ്യുന്നത്. ദൂരെ നിന്ന് വരുന്നവർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഏകദേശം സ്ഥലമുണ്ട് ഇവിടെ. ഈ കാണുന്നതാണ് പെരുമ്പുളിക്കൽ ശ്രീ ദേവരു ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ ഒരു സർപ്പക്കാവും കൂടിയുണ്ട്. ഇത് കുറച്ച് ദൂരം മാറിയാണ്. ഇനിയൊരു പുതിയ വീഡിയോയുമായി എത്താം. നന്ദി, നമസ്കാരം.